ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ലെറ്റ്സ് പ്ലേ ഫോർ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിലെ ഫുൾ ആക്ടിവിറ്റീസ് അസസ്മെന്റ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻസ് എടുക്കാൻ താല്പര്യമുള്ളവർ, അതായത് നിങ്ങളുടെ അനിയനോ അനിയത്തിയോ അതുപോലെ സിബ്ലിംഗ്സോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അതുപോലെ ഈ തവണ നമ്മൾ 1-2 ക്ലാസ്സിലെ കുഞ്ഞു മക്കൾക്കായിട്ടുള്ള ക്ലാസ്സുകൾ ഇടുന്നതിനായിട്ട് പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എജ്യൂമേറ്റ് 2.0 എന്നാണ് ചാനലിന്റെ പേര്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കുഞ്ഞു മക്കളൊക്കെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. യെസ്, ഒബ്സർവ് ദ പിക്ചേഴ്സ്. ദ ചിൽഡ്രൻ ഇൻ ദ പിക്ചർ ആർ എൻഗേജ്ഡ് ഇൻ ഡിഫറെന്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. താഴെ നമുക്ക് 6 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ 6 ചിത്രങ്ങളിലുള്ള കുട്ടികൾ ഓരോ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം അനങ്ങുന്ന രീതിക്കുള്ള ശാരീരികപരമായിട്ടുള്ള അധ്വാനങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം. വിച്ച് ഓൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആർ ദേ ഇൻവോൾവ് ഇൻ? ലെറ്റ്സ് ഡിസ്കസ് ഇൻ ക്ലാസ്. ഈ കുട്ടികൾ എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് എഴുതണം. നമുക്കിവിടെ പിക്ചറിന്റെ നമ്പറും അതുപോലെ നെയിം ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, ആ പിക്ചറിൽ ഏത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് എന്നുള്ള ടേബിൾ തന്നിട്ടുണ്ട്. 1ാമത്തെ പിക്ചറിൽ ഫുട്ബോൾ ആണ്, 2nd പിക്ചർ വോളിബോൾ, 3ാമത്തേത് സ്കിപ്പിംഗ് റോപ്പ്, 4ാമത്തേത് ബാഡ്മിന്റൺ, 5th പിക്ചർ ക്രിക്കറ്റ്, 6th പിക്ചർ സൈക്ലിംഗ്. അങ്ങനെയാണ് വരുന്നത്. വിച്ച് ആർ ദ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ദാറ്റ് യു ഇൻവോൾവ് ഇൻ? നിങ്ങൾ ഏർപ്പെടുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നിങ്ങൾ ഇതുപോലെ ഫുട്ബോളും ക്രിക്കറ്റും, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ റോപ്പ് സ്കിപ്പ് ചെയ്യുന്നതും, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തൊട്ടുകളി ഒളിച്ചുകളി ഒക്കെ ഉണ്ടല്ലേ. നിങ്ങളുടെ അങ്ങനത്തെ അത്തരത്തിലുള്ള ഗെയിംസ് ഒക്കെ എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് യു ഒബ്സർവ് ഇൻ യുവർ സെൽഫ് വൈൽ ഇൻവോൾവിംഗ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ്? ഇങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്? വേരിയസ് ഓർഗൻസ് ഫങ്ഷൻസ് എഫക്റ്റീവ്ലി ഇൻ ദ ബോഡി. ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും, വ്യത്യസ്ത അവയവങ്ങൾക്കുള്ള ഫങ്ഷൻസ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും. അച്ചീവിംഗ് ബെറ്റർ ഹെൽത്ത്, കുറച്ചുകൂടെ നല്ല ആരോഗ്യം കൈവരിക്കാം. ബിക്കം എനർജറ്റിക്, ഒന്നുകൂടെ ഉഷാറാകും, എനർജറ്റിക് ആവും, ഊർജ്ജസ്വലരാകും. ലെസ് അൺനെസസറി തോട്ട്സ്, നമുക്ക് അനാവശ്യ ചിന്തകളിൽ നിന്നുള്ള മോചനം, അല്ലെങ്കിൽ അത് വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള കളികളിലൊക്കെ ഏർപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ കുറവായിരിക്കും. ഇംപ്രൂവ് സ്ലീപ്പ് ക്വാളിറ്റി, ഉറക്കം കുറച്ചുകൂടെ കൂട്ടും. ബൈ ഇൻവോൾവിംഗ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ദ വേരിയസ് ഓർഗൻസ് ഓഫ് അവർ ബോഡി ഫംഗ്ഷൻ എഫക്റ്റീവ്ലി റിസൾട്ടിംഗ് ഇൻ ബെറ്റർ ഹെൽത്ത്. നമ്മൾ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ശരീരം കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പ്രോപ്പർ ആയിട്ട് ഇതിന്റെ ഓർഗൻസ് ഒക്കെ വർക്ക് ചെയ്യുകയും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത്, ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുകയും ചെയ്യും. ആക്ടിവിറ്റി 1 ടിക്കി ടാക്ക ഒരു ഗെയിമാണ് കേട്ടോ. The students divide themselves equally into 2 teams as shown in the picture. They play in a marked area. കുട്ടികളെ 2 ഗ്രൂപ്പായിട്ട് നിൽക്കണം. ഇതുപോലെ കാണിച്ചിരിക്കുന്നത് പോലെയൊക്കെ ലൈനൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യണം. 2 ഇൻസ്ട്രക്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. 2 teams stand on their side of the play field. The team that wins the toss can start the game. ടോസ് കിട്ടുന്ന ടീമിന് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. All the players have to pass the ball only with their hands. A goal is scored when player successfully crosses the opposing team's entire with the end line with the ball. ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിന്റെ എൻഡ് ലൈനിലേക്ക് ഈ ബോൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ഗോളായി എന്ന് പറയാനായിട്ട് പറ്റും. കൈകൊണ്ട് മാത്രമേ പാസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. Players should not snatch the ball in a manner that causes injury to the opponent. എതിരാളിക്ക് ഇഞ്ചുറി വരുന്ന രീതിയിൽ പ്ലെയേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? പന്ത് കൈക്കലാക്കാനായിട്ട് പാടില്ല, അതായത് ഫൗൾ ഒന്നും കളിക്കാനായിട്ട് പാടില്ല. The instructions of the teacher must be followed. ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കണം. The team that scores maximum goals in the stipulated time wins the game. നിശ്ചിത സമയത്ത് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീം ഏതാണോ ആ ടീമായിരിക്കും ജയിക്കുന്നത്. ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് മക്കൾ ഈ ഗെയിം കളിക്കുക. ആക്ടിവിറ്റി 2 വരുന്നത് പ്രഷർ ഫുട്ബോൾ ആണ്. Look at the picture. 4 goal posts of equal dimensions are seen in the play field. ഒരേ ഡയമെൻഷനിലുള്ള 4 ഗോൾ പോസ്റ്റുകൾ, നമ്മുടെ സാധാരണ ഫുട്ബോൾ പോലെയല്ല, 4 ഗോൾ പോസ്റ്റുകൾ ഒരേ ഡയമെൻഷനിൽ വെക്കണം. എന്നിട്ട് എങ്ങനെയാ കളിക്കുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ദ സ്റ്റുഡൻസ് ഡിവൈഡ് ദംസെൽസ് ഇൻ 2 teams ഓഫ് ഈക്വൽ നമ്പർ. ഒരേ എണ്ണമുള്ള 2 ഈക്വൽ ടീമായിട്ട് കുട്ടികൾ ഡിവൈഡ് ചെയ്യുക. ദ ടീം ദാറ്റ് വിൻസ് ദ ടോസ് ക്യാൻ ചൂസ് ടു അറ്റാക്ക് ഓർ ഡിഫെൻഡ്. ടോസ് കിട്ടുന്ന ആൾക്ക് അറ്റാക്ക് ചെയ്യാനോ ഡിഫെൻഡ് ചെയ്യാനോ എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം, തെരഞ്ഞെടുക്കാം.
ദ അറ്റാക്കിംഗ് ടീം ഷുഡ് ട്രൈ ടു സ്കോർ മാക്സിമം ഗോൾസ് ഇൻ ദ ഗിവൺ ടൈം. നിശ്ചിത സമയത്തിനുള്ളിൽ അറ്റാക്കിംഗ് ടീം മാക്സിമം ഗോൾ സ്കോർ ചെയ്യാൻ നോക്കണം. ആഫ്റ്റർ ദ ഗിവൺ ടൈം ദ ഡിഫെൻഡിംഗ് ടീം ബിക്കംസ് അറ്റാക്കേഴ്സ് ആൻഡ് ദ അറ്റാക്കിംഗ് ടീം വിൽ ഡിഫെൻഡ്. ആ സമയം കഴിഞ്ഞ ശേഷം, അതായത് ഹാഫ് ടൈം ഒക്കെ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാം, അറ്റാക്കിംഗ് ടീം ഡിഫെൻഡിംഗ് ടീം ആവുക, ഡിഫെൻഡിംഗ് ടീം അറ്റാക്ക് ചെയ്ത ടീമും ആവുക. ദ അറ്റാക്കിംഗ് ടീം ക്യാൻ സ്കോർ ഗോൾസ് ഇൻ ഓൾ ദ 4 ഗോൾ പോസ്റ്റ്. അറ്റാക്കിംഗ് ടീമിന് ഈ 4 ഗോൾ പോസ്റ്റിലേക്കും എന്ത് ചെയ്യാം, ഗോൾ അടിക്കാം. ദ ടീം ദാറ്റ് സ്കോർസ് മാക്സിമം ഗോൾസ് വിൻസ്. ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ടീമായിരിക്കും ജയിക്കുന്നത്. വാട്ട് ഡിഡ് യു ഫീൽ ആഫ്റ്റർ ദ ഗെയിം? ടിക്ക് ദ റെലവന്റ് ബോക്സസ്. നിങ്ങൾക്ക് ഈ ഗെയിം കളിച്ച ശേഷം എന്തൊക്കെ ഫീൽ ചെയ്തു? ഫെൽറ്റ് ഹാപ്പി, സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടിക്ക് ചെയ്യാം. ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ്, ശരീരം ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. സ്റ്റാർട്ടഡ് പാൻറ്റിങ്, ഇങ്ങനെ പാൻറ്റ് ചെയ്യാൻ, തളർച്ച അല്ലെങ്കിൽ കിതയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. സ്റ്റാർട്ടഡ് സ്വെറ്റിംഗ്, വിയർക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. ഫെൽറ്റ് തേഴ്സ്റ്റി, ദാഹം തോന്നുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. ഫെൽറ്റ് ടയേർഡ്, ക്ഷീണിച്ച പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. മിക്കവാറും ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നും, കാരണം അത്രയും അധ്വാനം വേണ്ട ഒരു കളിയാണിത്. അപ്പൊ അതൊക്കെ നിങ്ങൾ കളിച്ച ശേഷം ടിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, എന്താണ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് അവിടെ തന്നിട്ടുണ്ട്. എനി ബോഡിലി മൂവ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ മസിൽസ് ആൻഡ് റിക്വയേഴ്സ് എനർജി എക്സ്പെൻഡിച്ചർ. ഒരു ശരീരം അനങ്ങുന്ന രീതിയിലുള്ള ഏത് മൂവ്മെന്റും, അത് മസിൽസിന്റെ സഹായത്തോട് കൂടിയിട്ട്, മസിൽസ് അനങ്ങുന്ന രീതിയിലുള്ള ഏത് മൂവ്മെന്റും അതിനെന്ത് വേണം, എനർജിയും വേണം. അങ്ങനെയുള്ള ഒരു മൂവ്മെന്റിനെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് പറയാം. അഡ്വാൻറ്റേജസ് ഓഫ് എൻഗേജിംഗ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഡെയിലി. എല്ലാ ദിവസവും ഇത്തരത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സ്ട്രെങ്തൻ ദ ബോൺസ് ആൻഡ് മസിൽസ്, എല്ലിനെയും മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യും. ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളർച്ചയ്ക്കും ഡെവലപ്മെന്റിനും സഹായിക്കും. പ്രിവെന്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യും, തടയും. ഇൻക്രീസ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി കൂട്ടും. ഇംപ്രൂവ് സ്ലീപ്പ് ക്വാളിറ്റി, നല്ല ഉറക്കം കിട്ടാൻ ഇത് സഹായിക്കും. അതുപോലെ എൻഹാൻസ് കോൺസെൻട്രേഷൻ ആൻഡ് മെമ്മറി, കോൺസെൻട്രേഷനും നമ്മളുടെ ഓർമ്മശക്തിയൊക്കെ കൂട്ടും. റിഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കുറയ്ക്കും. മെയിൻറ്റെയിൻ ഹെൽത്തി ബോഡി വെയിറ്റ്, നല്ല ആരോഗ്യപരമായിട്ടുള്ള ബോഡി വെയിറ്റ്, ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഇംപ്രൂവ് ഹാർട്ട് ആൻഡ് ലങ് എഫിഷ്യൻസി, ഹൃദയത്തിന്റെയും അതുപോലെ നമ്മുടെ ലങ്സിന്റെയും ശ്വാസകോശത്തിന്റെയും എഫിഷ്യൻസി, അതിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് ഇംപ്രൂവ് ചെയ്യിക്കും. ബൂസ്റ്റ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് മൂഡ്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസും മൂഡും ഒക്കെ എന്ത് ചെയ്യും, ഒന്നുകൂടെ ഉഷാറാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് സഹായിക്കും. ഇനി എന്താണ് എക്സർസൈസ് എന്ന് നോക്കാം. എക്സർസൈസ് ഈസ് എ പ്ലാൻഡ് സ്ട്രക്ചറൽ ആൻഡ് കണ്ടിന്യൂസ് മൂവ്മെന്റ് ദാറ്റ് എയിംസ് അറ്റ് ഇംപ്രൂവിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, ശരീരത്തിന്റെ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്ട്രക്ചറിലും അതുപോലെ കണ്ടിന്യൂസും ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഏർപ്പെടുന്ന രീതിയിലുള്ള ഒരു മെയിൻ്റനൻസ് ആണ് നമ്മൾ എക്സസൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. These benefits are experienced due to the proper functioning of the various organs of the body. These changes help in increasing the efficiency of the organ system. Therefore, engaging in games and physical activities must be made a habit for maintaining good health. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഉണ്ടല്ലോ, ആ അഡ്വാൻറ്റേജസ് ശരിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഓർഗൻസിനൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ആണ് ചെയ്യുന്നത്. ഈ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് ഓർഗൻസും അതിന്റെ ഓർഗൻ സിസ്റ്റംസും ഒക്കെ ഒന്നുകൂടെ എഫിഷ്യന്റ് ആവും, കുറച്ചുകൂടെ ഊർജ്ജസ്വലവും കഴിവുള്ള രീതിക്ക് എഫിഷ്യന്റ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തില് എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലും ഗെയിമിലും ഒക്കെ ഏർപ്പെടുന്നത് വളരെ നല്ലൊരു ഹാബിറ്റ് ആണ്. നമുക്ക് നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് സഹായിക്കും. ചുരുക്കത്തിൽ എല്ലാ ദിവസവും നല്ലതുപോലെ ശരീരം അനങ്ങുന്ന രീതിയിൽ മക്കൾ കളിക്കണം, എങ്കിലേ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രാക്ടീസസ് താഴെ തന്നിട്ടുണ്ട്. ഗോ ഫോർ മോർണിംഗ് ഓർ ഈവനിങ് വാക്സ്, രാവിലെയോ വൈകിട്ടുള്ള നടത്തം ശീലമാക്കുക. യൂസ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ടു എൻഗേജ് ഇൻ ലെഷർ ആക്ടിവിറ്റീസ് ആൻഡ് കോമ്പറ്റേറ്റീവ് സ്പോർട്സ്. നമ്മുടെ സ്പോർട്സിനും അതുപോലെ ലെഷർ ആക്ടിവിറ്റീസിലൊക്കെ കിട്ടുന്ന അവസരങ്ങൾ നല്ലതുപോലെ സൂട്ടബിൾ ആയിട്ട് വിനിയോഗിക്കുക. എൻഷുർ ഫുൾ പാർട്ടിസിപ്പേഷൻ ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അറ്റ് സ്കൂളിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ എന്ത് ചെയ്യുക, നല്ലതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇൻവോൾവ് ഇൻ ഡൊമസ്റ്റിക് ആൻഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, നമ്മുടെ ഗാർഹികപരമായിട്ടും അതുപോലെ അഗ്രികൾച്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുക. അതൊക്കെ നല്ല ശരീരം അനങ്ങുന്ന രീതിയിലുള്ള, വീട്ടിലിപ്പോ ഒഴിവ് ദിവസമാണെങ്കിൽ അമ്മയെ സഹായിക്കാം, മുറ്റമടിച്ചു വരാനും തുടയ്ക്കാനും അതുപോലെ അലക്കാനൊക്കെ സഹായിക്കുക. അലക്കാന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ ഇട്ടുകൊണ്ട് ഇടാനല്ല കേട്ടോ, കല്ലിൽ അലക്കാനൊക്കെ നിങ്ങളെ സഹായിക്കാം. പിന്നെ മേക്ക് സൈക്ലിംഗ് എ ഹോബി, സൈക്ലിംഗ് ഒരു ശീലമാക്കി മാറ്റുക. നമുക്ക് എന്തൊക്കെ എഴുതാം?
ചൂസ് സ്റ്റെയേഴ്സ് ഓവർ എലവേറ്റേഴ്സ് വെനെവർ പോസിബിൾ. നിങ്ങൾക്ക് കഴിയുമ്പോൾ എലവേറ്ററിൽ കയറാതെ, ലിഫ്റ്റിലൊന്നും കയറാതെ സ്റ്റെയേഴ്സ് മാത്രം, സ്റ്റെപ്പ് വഴി മാത്രം കയറാൻ ശ്രമിക്കുക. കൺസിഡർ യോഗ, ഡാൻസ് ഓർ എയറോബിക്സ് ക്ലാസ്സസ്. യോഗയും ഡാൻസും എയറോബിക്സ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകുക. വാക്ക് ഓർ ബൈക്ക് ടു നിയർ ബൈ ഡെസ്റ്റിനേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഡ്രൈവിംഗ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രൈവ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക മക്കളെ, നടക്കുക. അടുത്തൊക്കെ പോകാനുള്ള സ്ഥലങ്ങളാണെങ്കിൽ നടന്നു പോവുക. ഗോ ഹൈക്കിംഗ്, സ്വിമ്മിങ് ഓർ ട്രക്കിംഗ് വിത്ത് ഫ്രണ്ട്സ് ഓർ ഫാമിലി. ഫ്രണ്ട്സിന്റെ കൂടെയോ ഫാമിലീസിന്റെ കൂടെയൊക്കെ സ്വിമ്മിങ്ങിനും ട്രക്കിങ്ങിനും ഒക്കെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. ഇനി ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്ക് എന്താണ് ഫുഡ്, എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നോക്കുന്നത്. എൻഗേജ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ടു അച്ചീവ് ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. ടീച്ചർ പറയാണ് എന്ത്, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഹെൽത്ത്, ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. മീനു ചേഞ്ച് ഹെർ ഡെയിലി ആക്ടിവിറ്റീസ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ടീച്ചർ. ടീച്ചറുടെ നിർദ്ദേശപ്രകാരം മീനു അവളുടെ ഡെയിലി റൂട്ടീൻസ് അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. മീനൂസ് ഡെയിലി ആക്ടിവിറ്റീസ്: മോർണിംഗ് വാക്ക്, ഹെൽപ്പിംഗ് പാരന്റ്സ് ഇൻ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ്, എൻഗേജിംഗ് ഇൻ ഗെയിംസ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അറ്റ് സ്കൂൾ. Meenu's mother observes that nowadays her daughter eats with much enthusiasm and engages in various physical activities energetically. മീനുവിന്റെ അമ്മ എന്ത് ശ്രദ്ധിച്ചു, അവള് ഈയിടെയായിട്ട് ഫുഡൊക്കെ നല്ല ആവേശത്തോട് കൂടിയിട്ട് കഴിക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ എനർജറ്റിക് ആയിട്ട് പങ്കെടുക്കുന്നതുകൊണ്ട്. മീനുവിന്റെ അമ്മ ചോദിക്കുന്ന നോക്കൂ, മീനു ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ വാക്കിംഗ്? നടത്തത്തിന് ശേഷം എന്ത് തോന്നുന്നു? ഫീലിംഗ് എനർജറ്റിക്, കുറച്ചുകൂടെ ഉന്മേഷം തോന്നുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ലൈക്ക് മീനു. നമുക്കും മീനുവിനെ പോലെ മോർണിംഗ് വാക്കോ ഈവനിങ് വാക്കിനോ ഒക്കെ പോവാം. സോ വാക്കിങ്ങിന്റെ ശീലമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ മോർണിംഗ് വാക്കോ ഈവനിംഗ് വാക്കോ നിങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദം അതിനനുസരിച്ച് ശീലിക്കാനായിട്ട് പഠിക്കണം. Activity 3: Graceful walking. Arrange the cones on the ground as shown in the picture. All the students should stand at the starting point at an equal distance from each other. Walk around the area marked with cones, doing some exercises according to the instructions given below. അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഇതുപോലെ കുറച്ച് കോണുകളൊക്കെ മാർക്ക് ചെയ്തു അതിന് ചുറ്റും നടക്കാനായിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വായിച്ചു നോക്കാം. ഇൻസ്ട്രക്ഷൻസ്: walk 1 lap anti clockwise from the starting point. ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഒരു റൗണ്ട് നടക്കുക. walk on your toes from the starting point to the second point. ആദ്യത്തെ കോണിൽ നിന്ന്, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സെക്കൻഡ് കോണിലേക്ക് നിങ്ങളുടെ ടോസില്, തള്ളവിരലില്, കാലിന്റെ വിരലില് നടക്കുക. walk on your heels from the second cone to the third ones. സെക്കൻഡ് കോണിൽ നിന്ന് തേർഡ് കോണിലേക്ക് നിങ്ങളുടെ ഹീലിൽ വെച്ചിട്ട്, മടമ്പ് വെച്ചിട്ട് അങ്ങനെ നടക്കുക. ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ഓവർ ഹെഡ് ആൻഡ് വാക്ക് ടുവേർഡ്സ് ദ ഫോർത്ത് കോൺ. തേർഡിൽ നിന്ന് നിങ്ങളുടെ തലയ്ക്ക് മുകളിലായിട്ട് ഇങ്ങനെ കൈ കൊട്ടിയിട്ട് ഫോർത്ത് കോണിൽ വരെ നടക്കുക. മൂവ് ടു ദ ഫിഫ്ത്ത് കോൺ ബൈ ബൗണ്ടിങ്. പിന്നെ ബൗണ്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഫിഫ്ത്ത് കോണിലേക്ക് നടക്കാൻ. റൊട്ടേറ്റ് ദ ആംസ് ആൻഡ് വാക്ക് ടുവേർഡ്സ് ദ സിക്സ്ത് കോൺ. ഇനി നിങ്ങളുടെ കൈകളൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട്, ആംസ് റൊട്ടേറ്റ് ചെയ്തിട്ട് സിക്സ്ത് കോൺ വരെ നടക്കുക. വാക്ക് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സിക്സ്ത് കോണിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ നിങ്ങൾക്ക് എത്രത്തോളം സ്പീഡിൽ നടക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ നടക്കുക. അപ്പോൾ ടീച്ചർ തരുന്ന ഈ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾ അതുപോലെ ചെയ്തു നോക്കുക. നമുക്ക് അവിടെ അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹു ഓൾ പെർഫോംഡ് ഗ്രേസ്ഫുൾ വാക്കിംഗ് എഫക്റ്റീവ്ലി, ഇവാലുവേറ്റ് ഈച്ച് അതർ ആൻഡ് റൈറ്റ് യുവർ ഒബ്സർവേഷൻസ്. ഏറ്റവും ഗ്രേസ്ഫുൾ ആയിട്ടുള്ള, നല്ലതുപോലെ നടന്നത് ആരാണെന്ന്, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളിൽ ആരാണെന്ന് നിങ്ങൾ അവിടെ എഴുതുക. റൈറ്റ് യുവർ എക്സ്പീരിയൻസസ് ഓഫ് ഗ്രേസ്ഫുൾ വാക്കിംഗ്. അങ്ങനെ ഗ്രേസ്ഫുൾ വാക്കിങ്ങിന്റെ എക്സ്പീരിയൻസ്, ഈ നടത്തം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ അത് നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാം. ലേൺ മോർ അബൌട്ട് ദ എസെൻഷ്യൽ സോഴ്സസ് ഓഫ് എനർജി റിക്വയർഡ് വൈൽ എൻഗേജിംഗ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. Activity 4: Nutrient clusters. Let's form different groups on the basis of nutrient composition. With the help of the teacher, each student gives himself the name of a food item. Example: rice, mango, tomato, black gram, etc. Then the students group themselves on the basis of nutrients present in the food items. ഓരോ കുട്ടികളും ഓരോ പേര്, ഓരോ ഫുഡ് ഐറ്റത്തിന്റെ പേര് എന്താണ് കൊടുക്കുക, സ്വയം കൊടുക്കുക. എന്നിട്ട് ഈ ന്യൂട്രിയൻസിന്റെ, ഈ ഫുഡ് ഐറ്റത്തിൽ പ്രസന്റ് ചെയ്യുന്ന ന്യൂട്രിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഗ്രൂപ്പുകളാക്കുക. ഇപ്പൊ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ഫുഡിലുള്ള ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇത്രയാണ് ഉള്ളത്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് കിട്ടിയവര്, അതായത് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുള്ളവര്, റൈസ്, വീറ്റ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഉള്ളവര് ഒരു ഗ്രൂപ്പ് ആവുക. പിന്നെ പ്രോട്ടീൻ അടങ്ങിയവർ ഒരു ഗ്രൂപ്പ് ആവുക, ഫാറ്റ് അടങ്ങിയവർ ഒരു ഗ്രൂപ്പ് ആവുക, വൈറ്റമിൻസും മിനറൽസും അടങ്ങിയവർ മറ്റൊരു ഗ്രൂപ്പ് ആവുക. ഡിഡ് യു ഫൈൻഡ് എനി ഡിഫറൻസ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ദ ഗ്രൂപ്പ്സ്? വൈ? അപ്പോ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത്തിൽ നിങ്ങൾക്ക് ഡിഫറൻസസ് തോന്നും, എന്തായാലും തോന്നും. കാരണം കുറച്ച് ഗ്രൂപ്പിൽ
ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും, ചില ഗ്രൂപ്പിലെ ആളുകൾ വളരെ കുറവായിരിക്കും അല്ലെ. ഇനി നമുക്കവിടെ എന്താണ് മാക്രോ ന്യൂട്രിയൻസ്, എന്താണ് മൈക്രോ ന്യൂട്രിയൻസ് എന്നും ഡയറ്റ് കോമ്പോസിഷനും തന്നിട്ടുണ്ട്. ആദ്യം മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് നോക്കാം. The difference is demonstrated on the basis of the proportion of macronutrients, that means carbohydrates, proteins and fat, and micronutrients such as vitamins and minerals, salts. അപ്പോൾ മാക്രോന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മക്കളെ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ് തുടങ്ങിയവയാണ്. മൈക്രോന്യൂട്രിയൻസ് വൈറ്റമിൻസും മിനറൽസുമാണ്. എന്താണ് ഡയറ്റ് കോമ്പോസിഷൻ? വി ഷുഡ് ഫോളോ എ ഡയറ്റ് ഇൻ വിച്ച് ദ ന്യൂട്രിയൻ കോമ്പണൻസ് ആർ ഇവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. സച്ച് എ ഡയറ്റ് ഈസ് കോൾഡ് എ ബാലൻസ്ഡ് ഡയറ്റ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൽ ഈ പറയുന്ന എല്ലാ ന്യൂട്രിയൻസും അടങ്ങാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ മാത്രമേ നമ്മളുടെ ഫുഡ് അല്ലെങ്കിൽ ഡയറ്റ് ബാലൻസ്ഡ് ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഡയറ്റ് കോമ്പോസിഷനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 5, ഫുഡ് പ്ലേറ്റ്. To learn more about balanced diet, let's prepare a food plate consisting of the essential nutrients required for our daily activities. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ട ന്യൂട്രിയൻസ്, ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിന്റെ ചാർട്ട് താഴെ തന്നിട്ടുണ്ട്. അതായത് എത്രത്തോളം എന്തൊക്കെ ഫുഡ് ഐറ്റംസ് വേണം എന്നുള്ള സംഭവം. അതിനെയാണ് ഈ കണക്കിനെ നമ്മൾ ഫുഡ് പ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഏറ്റവും കൂടുതൽ ഏകദേശം 50% വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഫിഷ്, മീറ്റ്, ലെഗ്യൂംസ്, ഡ്രൈ ഫ്രൂട്ട്സ്. പിന്നെ ഫാറ്റി ഫുഡ്സ് വളരെ കുറവ്, ഫാറ്റി ഫുഡ്സ് വളരെ കുറവ് മതി. സെറീൽസ്, നമ്മുടെ ധാന്യങ്ങൾ ഉണ്ടല്ലോ, അതും കുറച്ച് അത്യാവശ്യം വേണം. കണ്ടോ? അപ്പൊ ഇതിനനുസരിച്ച് വേണം നമ്മളുടെ ഫുഡ് ചാർട്ട് തയ്യാറാക്കാനായിട്ട്. അതിനുവേണ്ട ഇൻസ്ട്രക്ഷൻസ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ചിൽഡ്രൻ ഹു ഹാവ് അഡോപ്റ്റഡ് ദ നെയിംസ് ഓഫ് വേരിയസ് ഫുഡ് ഐറ്റംസ് സ്റ്റാൻഡ് ഇൻ എ സർക്കിൾ ദാറ്റ് റെപ്രസെന്റ്സ് എ മോഡൽ ഓഫ് ഫുഡ് പ്ലേറ്റ്. ഓരോ കുട്ടികളും ഉണ്ടല്ലോ, നമ്മൾ ഓരോ ഫുഡിന്റെ പേര് സ്വീകരിച്ച ഓരോ കുട്ടികളും അവര് ഈ ഓരോ സർക്കിളായിട്ട് ഫോം ചെയ്തിട്ട് നിൽക്കുക. ഒരു ഫുഡ് പ്ലേറ്റിന്റെ മോഡലിന് താഴെ ചിത്രം തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് നിൽക്കുക. When the teacher signals start, the students walk briskly in the clockwise direction. The stop when instructed to do so. എന്നിട്ട് ടീച്ചർ സ്റ്റാർട്ട് എന്ന് പറയുന്ന സമയത്ത് കുട്ടികൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നടക്കുക, സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിൽക്കുക. The teacher calls out a category and the students belonging to that category flock together in the designated area of the circle. Example, if the teacher calls out the category vegetable, all students having the name of vegetables flock together in the area designated to the vegetables. ടീച്ചർ സ്റ്റോപ്പ് പറയുന്ന സമയത്ത് ടീച്ചർ എന്തെങ്കിലും ഒരു നെയിം പറയും. അതായത് ഇപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറയും. അപ്പോൾ ഏത് കോളത്തിലാണോ വെജിറ്റബിൾസ് നിൽക്കേണ്ടത്, അപ്പൊ കുട്ടികളെല്ലാവരും വെജിറ്റബിൾസിന്റെ പേര് സ്വീകരിച്ചിട്ടുള്ള പേരുള്ള കുട്ടികളെല്ലാവരും എന്ത് ചെയ്യാം? ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരു സർക്കിളിലേക്ക് മാറി നിൽക്കുക. ഫോളോ ദിസ് പ്രോസസ് ടു കംപ്ലീറ്റ് എ മോഡൽ ഓഫ് ഫുഡ് പ്ലേറ്റ്. ഈ ഫുഡ് പ്ലേറ്റിന്റെ മോഡൽ ആവോളം ഈ ഗെയിം ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുക. അതായത് ടീച്ചർ വെജിറ്റബിൾസിന്റെ പേര് ആദ്യം വിളിക്കുക, പിന്നെ ഫ്രൂട്ട്സിന്റെ പേര്, പിന്നെ നമ്മളുടെ സെറിയൽസിന്റെ പേര്, അങ്ങനെ പിന്നെ ഫാറ്റി ഫുഡ്സിന്റെ പേര്, അങ്ങനെ വിളിക്കുന്നതിനനുസരിച്ച് എല്ലാവരും ഈ ഫുഡ് പ്ലേറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യുക. The students in the circle should do exercises in accordance to the start and stop signals given by the teacher. Okay. A person who engages in physical activities in addition to the daily activities requires a diet that includes energy-yielding food items. The proportion of the food components depends on the duration and nature of physical activities. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് പുറമെ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക് കൂടുതൽ എനർജി ആവശ്യം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ എനർജി yielding ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സച്ച് ആസ് എഗ്, മിൽക്ക്, ബനാനാസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ നട്ട്സ്, ഇതൊക്കെ എന്തായിരിക്കും കുറച്ചുകൂടെ ആവശ്യം ഉണ്ടായിരിക്കും. സോ അവർ എത്രത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ഈ ഫുഡിൽ ഈ എനർജി yielding ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് അതിന്റെ അതേ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഫുഡിൽ ഇത്തരത്തിലുള്ള എനർജി yielding ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ്? വളരെ കൂടുതലാണ്. നമുക്കിവിടെ പ്രൈമറി ഫംഗ്ഷൻസും അതിന് വേണ്ട ന്യൂട്രിയൻസും എന്തൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. ആദ്യം എനർജി yielding കൂടുതൽ വേണ്ടത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫാറ്റ്, ബോഡി ബിൽഡിങ്ങിന് വേണ്ടത് പ്രോട്ടീന്, ബൂസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി, സപ്പോർട്ടിംഗ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് അതിന് വേണ്ടത് വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ്, സാൾട്ട്. Let's engage in a physical activity that help us understand the basis of the nutrient structure. നമുക്കൊരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെ ചെയ്ത് നോക്കാം. Activity 6, Energy Circuit. Each group is made to stand on the station named after a nutrient component as shown in the picture. The exercise for each station is described below. ഓരോ സ്റ്റേഷനിലും കുട്ടികൾ എങ്ങനെയൊക്കെയാണ് നിൽക്കേണ്ടത് എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, ആദ്യത്തെ സ്റ്റേഷനിൽ കാർബോഹൈഡ്രേറ്റ്സ്, അതിന് ജമ്പിങ് ജാക്സ്,
സെക്കൻഡ് സ്റ്റേഷൻ ഫാറ്റ് ആണെങ്കിൽ ഓൺ ദ സ്പോട്ട് മാർച്ചിങ്, തേർഡ് സ്റ്റേഷൻ പ്രോട്ടീൻ, സ്ക്വാഡ് ജമ്പ്. വൈറ്റമിൻസ് ഫോർത്ത് സ്റ്റേഷൻ ആണെങ്കിൽ alternate clapping below each raised knee. Then station 5 minerals, stretch the legs sidewards, raise one arm and bend sideways. Repeat on the other side. ഇനി എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നോക്കൂ. A balanced diet is one that consists of all the nutrients essential for good health in the right proportion and quantity. Changes should be brought about in the balanced diet based on the age and lifestyle of a person. ഒരു നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ട ഫുഡ് ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അതായത് എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ആ ഒരു ഡയറ്റിനാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം. ഇത് ഓരോ ഏജിനനുസരിച്ചും അതുപോലെ ഓരോ ലൈഫ് സ്റ്റൈലിലുള്ള ആളുകൾക്കനുസരിച്ചും മാറ്റം ഉണ്ടായിരിക്കും. ആക്ടിവിറ്റി 6 മക്കൾ എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു അസസ്മെന്റ് ഉണ്ട്. ഹു പെർഫോം ദ എനർജി സർക്യൂട്ട് ആക്റ്റീവ്ലി എഫക്റ്റീവ്ലി, what factors are to be kept in mind to excel in this activity. ഏത് കുട്ടിയാണ് ഏറ്റവും നന്നായിട്ട് ഈ എനർജി സർക്യൂട്ട് കളിച്ചിട്ടുള്ളത്, അതിന് വേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. Make physical activity a habit, ensure good health. One can achieve significant changes in the body by engaging in various physical activities. It is important to do exercise and also take rest proportionally. One should adhere to a balanced diet that is adjusted according to the nature of the physical activities to ensure better health and nutritional status. അപ്പോൾ ഒരാൾക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടാൽ മതി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എല്ലാ ദിവസവും എക്സസൈസും, അതുപോലെ നമുക്ക് അതിലേക്ക് വേണ്ടുന്ന രീതിയിൽ എത്രത്തോളം എക്സസൈസ് ചെയ്തോ അത്ര തന്നെ അതിലേക്ക് വേണ്ടുന്ന രീതിയിൽ റെസ്റ്റ് എടുക്കുന്നതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഒരാൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എത്രത്തോളം ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റും നോക്കേണ്ടത് നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്കിതിലെ അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1, put a tick mark in the relevant boxes. Engaging in regular physical activities results in better health. Yes അല്ലെ? All the nutrient components must be included in the same quantity in a balanced diet. No, തെറ്റാണ്. സെയിം ക്വാണ്ടിറ്റിയിലല്ല, ഈക്വലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള രീതിക്ക് വേണം നമ്മൾ ഓരോന്നും എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഡയറ്റ് ചെയ്യണം. അതാണ് ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3, the nutrient components must be altered according to the different physical activities. Yes, ശരിയാണ് അല്ലെ? ഓരോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണോ അതിനനുസരിച്ച് ബാലൻസ്ഡ് ഡയറ്റിൽ മാറ്റം വരും. Question 2, choose the correct answer. Nutrient components that help in body building. ഏതാണ് ബോഡി ബിൽഡിങ്ങിനെ സഹായിക്കുന്ന ന്യൂട്രിയൻ കോമ്പണന്റ്? കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, പ്രോട്ടീൻ, ഫാറ്റ്. പ്രോട്ടീൻ ആണ്. 2, which one of the following is not a result of a physical activity? An enhanced financial status, proper use of leisure time, helps in creating good relationships, weight management. ഇതിലെ എ, an enhanced financial status, അത് സാമ്പത്തികപരമായിട്ടുള്ള സ്റ്റാറ്റസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഫിസിക്കൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. Third question, fill in the blanks. While engaging in a physical activity, panting, sweating and thirst occurs due to the effective functioning of dash. നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് കിതപ്പും വിയർക്കലും തേഴ്സ്റ്റ് ദാഹമൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലെ ഓർഗൻ സിസ്റ്റം എഫക്റ്റീവ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഡ്യൂ ടു ദ എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗൻ സിസ്റ്റം ഓഫ് ദ അവർ ബോഡി എന്ന് എഴുതണം. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ഡാഷ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ന്യൂട്രിയൻസ് ഇൻ ദ റൈറ്റ് പ്രൊപ്പോർഷൻ ആൻഡ് ക്വാണ്ടിറ്റി. എന്താണ് മക്കളെ, അങ്ങനെയുള്ള ഡയറ്റിന് എന്താ പറയപ്പെടുന്നത്? എല്ലാ ന്യൂട്രിയൻസും കൃത്യമായിട്ടുള്ള അളവില്, ആവശ്യമുള്ള അളവില് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്ന ഡയറ്റിന് എന്താ പറയാ? ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ. 4, ഫൈൻഡ് ഔട്ട് ഓഡ് വൺ ഔട്ട്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പുട്ട്, കടല, അപ്പം, ചപ്പാത്തി. ഇതിൽ കടലയാണ് ഒറ്റപ്പെട്ടത്. പിന്നെ 2, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ. ഇതിൽ വൈറ്റമിൻ ആണ് ഒറ്റപ്പെട്ടത്. ക്വസ്റ്റ്യൻ 5, മാച്ച് ദ ഫോളോയിങ്. കാർബോഹൈഡ്രേറ്റ് ബട്ടർ, പ്രോട്ടീൻ വെജിറ്റബിൾസ്, ഫാറ്റ് പൾസസ്, വൈറ്റമിൻസ് റൈസ്. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇതിൽ ശരിക്കും എങ്ങനെ വരുന്നത് മക്കളെ? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് റൈസ് ആണ്, പ്രോട്ടീൻ അടങ്ങിയത് പൾസസ് ആണ്, ഫാറ്റ് അടങ്ങിയത് ബട്ടർ ആണ്, വൈറ്റമിൻസ് അടങ്ങിയത് വെജിറ്റബിൾസ് ആണ്. 6th question, find and write. 1, write examples of the changes that occur to the body due to regular physical activities. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. Strengthen the bones and muscles, help in growth and development, prevent lifestyle diseases, increase immunity, improve sleep quality, enhance concentration and memory, reduce stress and anxiety, maintain healthy body weight, improve heart and lung efficiency,
boosts self-confidence and mood. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് എനർജി yielding ഫുഡ്. കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ്സ് റൈസ്, വീറ്റ്, ബ്രെഡ്, ചപ്പാത്തി, പൊട്ടാറ്റോസ്, ഷുഗർ. ഫാറ്റ് റിച്ച് ഫുഡ്സ് ബട്ടർ, ഗീ, ഓയിൽ, നട്ട്സ്, കോക്കനട്ട്. പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് ഓൾസോ ദാറ്റ് ഗിവ് എനർജി, പൾസസ്, മിൽക്ക്, എഗ്, മീറ്റ്. Question 3. Classify the nutrient components based on their functions. പ്രൈമറി ഫംഗ്ഷൻസ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടേബിൾ തന്നെ പഠിച്ചിട്ടുണ്ട്. ആ ടേബിൾ തന്നെ എഴുതി കൊടുത്താൽ മതി. എനർജി yielding കാർബോഹൈഡ്രേറ്റ്, അതുപോലെ ഫാറ്റ് ആണ്. ബോഡി ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻ ആണ്. ബൂസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി, സപ്പോർട്ടിംഗ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്, വൈറ്റമിൻസും മിനറൽ സോൾട്സും ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഈസ് ഫിസിക്കൽ ആക്ടിവിറ്റി റിക്വയർഡ് ഇൻ അവർ ഡെയിലി ലൈഫ്? എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഡെയിലി ലൈഫിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, അതിന്റെ ആവശ്യം ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? Physical activities strengthen the bones and muscles. It helps in growth and development. It prevents lifestyle diseases, increase immunity and improve sleep quality. It helps in increasing the efficiency of the organ system and maintaining good health. Fifth question, what are the possibilities of doing physical exercise as part of a daily routine? Go for a morning walk. Use all the opportunities to engage in leisure activities and competitive sports. Ensure full participation in physical activities at home and school. Involved in domestic and agricultural activities. Make cycling a hobby. Practice swimming and aerobics. Question 6. What are the functions of nutrient components? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എനർജി yielding ആണ്. പ്രോട്ടീൻ ബോഡി ബിൽഡിംഗ് ആണ്. വിറ്റമിൻസും മിനറൽസും ബൂസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി, സപ്പോർട്ടിംഗ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ്, അത് വേറെ രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. സെവൻത് ക്വസ്റ്റ്യൻ, ഡ്രോ ദ മോഡൽ ഓഫ് എ ഫുഡ് പ്ലേറ്റ് ഫോർ എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ സ്പോർട്സ് ആക്ടിവിറ്റീസ്. സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ഒരു ഫുഡ് പ്ലേറ്റ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഒരു ഫുഡ് പ്ലേറ്റിന്റെ മോഡൽ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഏതൊക്കെ ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം സ്പോർട്സിൽ പങ്കെടുക്കുന്ന ഒരാളുടെ, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു 50% നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് വരയ്ക്കാം. അതിൽ ഹോൾ ഗ്രെയിൻസും പാസ്തയും റൈസും ഒക്കെ ഹൈ എനർജി കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു 1/4 1/4 ഭാഗം നിങ്ങൾക്ക് പ്രോട്ടീൻസ് കൊടുക്കാം. അതിൽ മീറ്റും എഗ്ഗും ബീൻസും പിന്നെ മിൽക്കും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതുപോലെ ഒരു 1/4 ഭാഗം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൊടുക്കാം. അതിന് വൈറ്റമിൻസും പിന്നെ ഹൈഡ്രേഷനും, ഫ്രൂട്ട്സിൽ നിന്ന് ഹൈഡ്രേഷനും ഒക്കെ കിട്ടും. പിന്നെ ഒരു സൈഡായിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ഫാറ്റ്സ് കൊടുക്കാം. അധികം പാടില്ല, വളരെ കുറച്ച് ഹെൽത്തി ഫാറ്റ്സ് കൊടുക്കാം. ഓക്കെ. Question 8. Prepare a list of food items you consume in a day. Then write the nutrient components of each item. Examine the list and find out whether the food that you consume is a balanced or not. നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് ഐറ്റംസിന്റെ പേരുകളൊക്കെ എഴുതുക. അതിൽ എന്തൊക്കെ ന്യൂട്രിയൻ കോമ്പണൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് എഴുതുക ആ ഐറ്റത്തിൽ. എന്നിട്ട് നിങ്ങൾ അതൊന്ന് എക്സാമിൻ ചെയ്തിട്ട് നിങ്ങളുടേത് ബാലൻസ്ഡ് ഡയറ്റ് ആണോ അതോ അല്ലേ എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എഗ്സിൽ പ്രോട്ടീൻ ഉണ്ട്. പിന്നെ അതുപോലെ ടോസ്റ്റ്, അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. പിന്നെ മിൽക്ക്, അതിൽ പ്രോട്ടീനും മിനറൽസ് ഉണ്ട്. ലഞ്ചിന് റൈസ്, അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പിന്നെ ഫിഷ്, അതിൽ പ്രോട്ടീൻ ഉണ്ട്. സ്പിനാച്ച്, അതിൽ വൈറ്റമിൻസ് ഉണ്ട്. ഇനി ഡിന്നറിൽ സലാഡ് ആണ്, സലാഡിൽ ഫൈബർ ഉണ്ട്. പിന്നെ ചിക്കൻ അല്ലെങ്കിൽ പനീർ, അതിൽ അപ്പൊ അതൊരു പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. അപ്പൊ ലിസ്റ്റിൽ ഫാറ്റ് ഇല്ല. ഫാറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടേത് ബാലൻസ്ഡ് ഡയറ്റ് ആണെന്ന് എഴുതാം. ഇതിൽ ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് ഇറ്റ്സ് നോട്ട് എ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് കൺക്ലൂഷൻ എഴുതി കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ടോ മക്കളെ നമുക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. ഈ ചാപ്റ്ററും അതിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അധികം ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരുന്ന രീതിയിൽ അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. എഴുതാനുള്ളതൊക്കെ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്